ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ആസ്പരാഗസ് കൊണ്ടുള്ള മെഴുക്കുവരട്ടി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആസ്പരാഗസ് 1 പൗണ്ട്. ആസ്പരാഗസ് നന്നായിട്ട് വാഷ് ചെയ്ത് തണ്ടിൻ്റെ മൂത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ടി കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തതാണ്. ഈ പൂവിൻ്റെ ഭാഗം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഇത് വെന്തു പോകും. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. കറിവേപ്പില 2 തണ്ട്, ചെറിയ ഉള്ളി ചതച്ചത് 12 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് 8 അല്ലി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉണക്കമുളക് ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു സ്കില്ലറ്റിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചതച്ച വറ്റൽമുളക്, കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് വഴറ്റുക. ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആസ്പരാഗസ് ഇട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല ആസ്പരാഗസിൽ നന്നായിട്ട് കോട്ട് ചെയ്യുന്നത് വരെ മിക്സ് ചെയ്യണം. ഇപ്പോൾ മസാല ആസ്പരാഗസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി നമുക്ക് തുറന്ന് വെച്ച് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആസ്പരാഗസ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആസ്പരാഗസ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.